ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ, എൻ്റെ സമയം കഴിഞ്ഞു, ഇനി എന്നെക്കൊണ്ടൊന്നിനും സാധിക്കില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ഈ മനുഷ്യനെ ഒന്നോർക്കുക, ഈ മുഖമൊന്ന് മനസ്സിൽ കാണുക. പലതവണ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, ബെഞ്ചിലിരിക്കുന്നു, മടങ്ങിപ്പോകുന്നു. പലപ്പോഴും വെറുമൊരു പകരക്കാരൻ്റെ റോളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. തൻ്റെ അവസരത്തിനു വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നു. ഒടുവിൽ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലും ഇടം പിടിക്കുന്നു. പക്ഷേ മുമ്പത്തെ പോലെ തന്നെ ഇത്തവണയും ബെഞ്ചിലായിരുന്നു. ഒടുവിൽ അയാൾക്ക് ഒരു മത്സരത്തിൽ അവസരം ലഭിക്കുന്നു. മികച്ച തുടക്കം നൽകുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പുറത്താകുന്നു. അതോടെ വീണ്ടും ടീമിന് പുറത്ത്. ഒടുവിൽ സൗത്ത് ആഫ്രിക്കൻ ടീം വേണ്ടി വന്നു ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ കണ്ണുകൾ തുറപ്പിക്കാൻ. തുടർ വിജയങ്ങളിൽ കണ്ണുമഞ്ഞളിച്ചു തുടങ്ങിയിരുന്ന ഇന്ത്യൻ ടീമിന് ആ ഒരു വമ്പൻ പരാജയം നല്ല രീതിയിൽ അനിവാര്യമായിരുന്നു. തുടരെ പരാജയപ്പെടുന്ന ഇന്ത്യൻ ഓപ്പണിംഗ് നിരയിൽ അതോടെ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് കോംബോ ഓപ്പണിംഗ് പരീക്ഷണം. അങ്ങനെ ഓപ്പണർ റോളിൽ അയാൾ വീണ്ടും അവതരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള നിർണായക മത്സരത്തിൽ അയാൾ തിളങ്ങുന്നുണ്ട്. ഒരു വേൾഡ് കപ്പ് T20 മാച്ചിൽ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്നവിടെ പിറക്കുന്നുണ്ട്. വീണ്ടും സെമിയിലും മാൻ ഓഫ് ദ മാച്ച് നേടി ഇന്ത്യൻ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫൈനലിലും അതേ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് വിജയതീരത്തെത്തിച്ചിട്ടാണ് അയാൾ കളം വിട്ടത്. തുടർച്ചയായി 3 നിർണായക കളികളിൽ അയാൾ ഇന്ത്യയുടെ ഹീറോയാകുന്നു. ഒരു T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന കളിക്കാരനാകുന്നു. 327 റൺസ്, അത് വെറും 5 കളികളിൽ നിന്നാണെന്ന് നിങ്ങൾ ഓർത്തുപോകണം. അവിടെ തകർന്നു വീണത് കിൻ കോഹ്ലിയുടെ 319 റൺസിന്റെ റെക്കോർഡായിരുന്നു. ഇന്നിതാ വെറും 5 കളികൾ മാത്രം കളിച്ചുകൊണ്ട് അയാൾ ICC പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതെ, എല്ലാത്തിനും ഒരേ ഒരു പേര്, സഞ്ജു വിശ്വനാഥ് സാംസൺ. ഈ 2021 മുതൽ 4 വർഷത്തോളം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്ന സഞ്ജു ആ ടീമിനെ ഏറ്റവും വിജയകരമായ വഴിയിലേക്ക് എത്തിച്ചാണ് ചെന്നൈ ടീമിലേക്ക് വരുന്നത്. സഞ്ജു ക്യാപ്റ്റനായിരുന്നപ്പോൾ കളിച്ച 67 മത്സരങ്ങളിൽ 33 മത്സരങ്ങളിലും സഞ്ജുവിനും റോയൽസിനും ജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നായകസ്ഥാനം ഏറ്റെടുത്ത 2021 484 റൺസുകളാണ് സഞ്ജു IPL അടിച്ചുകൂട്ടിയത്. പരാഗിനെ പോലുള്ള പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നായകനായ സഞ്ജുവിന്റെ താല്പര്യം നമ്മളൊക്കെ കണ്ടതായിരുന്നു. ആ സഞ്ജുവിനെയാണ് കഴിഞ്ഞ 5 വർഷങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ നാറിയ രാഷ്ട്രീയം ടീമിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ സൈഡ് ബെഞ്ചിലിരുത്തിയും അപമാനിച്ചത്. ഇൻസൾട്ടാണല്ലോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ നേരിട്ട ഓരോ അപമാനങ്ങളും തന്റെ മൂലധനമാക്കി മാറ്റിക്കൊണ്ട് സഞ്ജു നിരന്തരമായി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടേയിരുന്നു. ഇത്തവണ T20 ലോകകപ്പ് ടീമിൽ ഇടം കിട്ടിയെങ്കിലും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതെ സൈഡ് ബെഞ്ചിൽ മാറ്റിയിരുത്തി. മികച്ചവരെന്ന് ടീം മാനേജ്മെന്റ് പറഞ്ഞവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരികയും ടീമിൽ വലങ്കൈൻ ബാറ്റ്സ്മാന്റെ കുറവ് നേരിടുകയും ചെയ്തിട്ടും എന്തേ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നില്ലേ എന്ന ചോദ്യത്തിന് സഞ്ജുവിനെ അപമാനിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയ സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ക്യാപ്റ്റനെ നമ്മൾ കണ്ടിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സഞ്ജുവിനെ ടീമിലെടുക്കാൻ ആരെ മാറ്റുമെന്ന് കളിയാക്കി ചോദിച്ച സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ക്യാപ്റ്റന് പകരം ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ പദവിയിലേക്ക് നമ്മുടെ മലയാളിയായ സഞ്ജു നടന്നു കയറുന്ന നാളുകൾ ഇനി അധികം ദൂരമല്ല. ഇനിയുള്ള വർഷങ്ങൾ, കുറഞ്ഞത് 5 വർഷമെങ്കിലും നമുക്ക് സഞ്ജുവിനെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് അയാളിലേക്ക് ഇൻസൾട്ടായി വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടാസ് തൻ്റെ ഒരു അഭിമുഖത്തിൽ സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, 10 വർഷങ്ങൾ കഴിയുമ്പോൾ താങ്കളുടെ പൊസിഷൻ എന്തായിരിക്കുമെന്ന്. ആ ചോദ്യത്തിന് സഞ്ജു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് ലോകകപ്പ് നേടുന്ന ഇന്ത്യൻ ടീമിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, സഞ്ജുവിൻ്റെ സ്വപ്നങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി മാറിയിരിക്കുന്നു. അവഗണനകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അയാൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി T20 ലോകകപ്പ് നേടി ക്രിക്കറ്റിൻ്റെ നെറുകയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി സഞ്ജുവിനെ മാറ്റി നിർത്താനും അവഗണിക്കാനും ആർക്കും സാധിക്കുകയില്ല. സാക്ഷാൽ സച്ചിൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നപ്പോഴുള്ള അതേ ആകാംക്ഷയോടെ ഇന്ന് ലോകം സഞ്ജുവിനു വേണ്ടി കരഘോഷം മുടക്കുമ്പോൾ, ഗാലറി സഞ്ജുവിനു വേണ്ടി ആർത്തു വിളിക്കുമ്പോൾ സഞ്ജുവിനെ ഇനി മാറ്റി നിർത്താൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ട സഞ്ജു, ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഗാലറികൾ നിനക്ക് വേണ്ടി അലറി വിളിക്കട്ടെ, തിരമാലകൾ നിനക്ക് വേണ്ടി ഗാനമാലപിക്കട്ടെ.
ആ തിരകളിൽ അലിഞ്ഞുകൊണ്ട് പറന്നുയരുന്ന ഷോട്ടുകൾ കാണാനായി ഞാനും കാത്തിരിക്കുന്നു. ഈ ലോകത്തിൽ ക്രിക്കറ്റിന് നെഞ്ചിലേറ്റിയ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും പോലെ. ഒരിക്കലും കളിക്കാതെ കിട്ടിയതല്ല, ഇത് സഞ്ജു പൊരുതി നേടിയ മോഹക്കപ്പാണ്. മലയാളികളിൽ ഒരുവന്റെ ലോക വിജയമാണ്. ഒരിക്കൽ ന്യൂസിലാൻഡുകാർ സഞ്ജുവിന്റെ ലോകകപ്പ് പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചതായിരുന്നു. ലോകകപ്പിന് തൊട്ടുമുമ്പ് തുടർച്ചയായ 5 മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ ഇന്ത്യൻ ടീമിലെ സഞ്ജുവിന്റെ വിധി ന്യൂസിലാൻഡ് എഴുതിയെന്ന് കരുതിയവർ ഏറെയായിരുന്നു. എന്നാൽ അവർക്കെല്ലാം തെറ്റി. ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ് കിരീടം ചുമ്മാ വന്ന് കൊണ്ടുപോകാൻ നോക്കിയാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. മറ്റൊരു നാട്ടിൽ പോയി ജീവനും ജീവിതവും വെട്ടിപ്പിടിച്ച ശീലമുള്ള മലയാളികളിൽ ഒരുവൻ ഇന്ത്യക്കായി ലോകകപ്പ് പൊരുതി നേടിയിരിക്കുന്നു. 2024 ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാതെ കിരീട വിജയത്തിൽ മലയാളി ഭാഗ്യത്തിന്റെ പൊൻതൂവൽ ചാർത്തിയെങ്കിൽ ഇക്കുറി കഥ വേറെ തന്നെയാണ്. വിഴിഞ്ഞത്തു നിന്ന് ഇന്ത്യൻ ടീമിന്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമണിഞ്ഞ നമ്മുടെ സഞ്ജു എല്ലാ രീതിയിലും പൊരുതി നേടിത്തന്ന കപ്പാണിത്. മലയാളികൾക്ക് എല്ലാം കൊണ്ടും അവകാശപ്പെടാവുന്ന മോഹക്കപ്പ്. തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറിയുമായി ലോകകപ്പിലെ റെക്കോർഡുകൾ വെട്ടിപ്പിടിച്ചപ്പോൾ പവർഫുൾ സാംസൺ തച്ചു തകർത്തത് ലോകകപ്പിലെ കിവികളുടെ കിരീടമെന്ന സ്വപ്നങ്ങളായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് സ്വന്തം ആരാധകർക്ക് മുമ്പിൽ നിരാശപ്പെടുത്തി മടങ്ങേണ്ടി വന്നതിന്റെ അടക്കം കണക്കുകളെല്ലാം ഈയൊരൊറ്റ ഇന്നിംഗ്സിലൂടെ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഈ തോൽവി ന്യൂസിലാൻഡ് എന്തായാലും അടുത്ത കാലത്തൊന്നും മറക്കില്ല. ലോകകപ്പിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള പ്രധാന ബാറ്റർമാരെല്ലാം 8-9 മത്സരം കളിച്ചപ്പോൾ ഇന്ത്യക്കാരിൽ ടോപ്പ് സ്കോററായ സഞ്ജു കളിച്ചത് 5 മത്സരങ്ങൾ മാത്രമാണ്. ഇത്രയും കളികളിൽ നിന്ന് 3 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 321 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. T20 ലോകകപ്പിലെ ടോപ്പ് സ്കോറർമാരിൽ 3ാം സ്ഥാനം. പാകിസ്ഥാന്റെ ഫർഹാനും ന്യൂസിലാൻഡ് താരം സെയ്ഫർട്ടും മാത്രമാണ് സഞ്ജുവിന് മുന്നിലുള്ളത്. ലോകകപ്പിന്റെ ഒരു സീസണിൽ കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡിൽ 2014 വിരാട് കോഹ്ലി നേടിയ 319 റൺസ് എന്ന നേട്ടവും സഞ്ജു സാംസൺ പഴങ്കഥയാക്കി. വേറെയുമുണ്ട് സഞ്ജുവിന്റെ പേരിൽ റെക്കോർഡുകൾ. 2020 ലോകകപ്പ് ഫൈനലിൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് ഇനി സഞ്ജുവിന് സ്വന്തമാണ്. 2016 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ 85 റൺസ് എടുത്ത വെസ്റ്റ് ഇൻഡീസ് താരം മാർലൻ സാമുവൽസിന്റെ റെക്കോർഡാണ് സഞ്ജു തകർത്തത്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിക്കും പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിക്കും ശേഷം ഒരു ലോകകപ്പിന്റെ സെമി ഫൈനലിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന താരമായി. ടി20 ലോകകപ്പ് ഫൈനലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമെന്ന റെക്കോർഡിൽ 2014 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ കോഹ്ലി നേടിയ 77 റൺസിനെയും സഞ്ജു പിന്തള്ളുന്നുണ്ട്. ലോകകപ്പിന് മുമ്പ് ടീമിൽ വന്നുപോയുമിരുന്ന ബാറ്റർ എന്ന നിലയിൽ നിന്ന് കുറച്ച് വർഷത്തേക്കെങ്കിലും 2020 ഫോർമാറ്റിൽ സഞ്ജുവിന്റെ സ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ആളുണ്ടാകില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. ലോകകപ്പിന് മുമ്പ് ഇന്ത്യൻ താരങ്ങൾക്ക് തയ്യാറെടുക്കാനായിരുന്നു BCCI ന്യൂസിലാൻഡിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അന്ന് സഞ്ജു സാംസന്റെ ലോകകപ്പിലെ സാധ്യതകളെ ഏറെക്കുറെ ഇല്ലാതാക്കിയത് ഈ പരമ്പരയായിരുന്നു. ഇന്ത്യയിലെ 5 വേദികളിൽ നടന്ന മത്സരങ്ങളിലെല്ലാം ഓപ്പണറായി ഇറങ്ങിയെങ്കിലും സഞ്ജു 2 അക്കം കടന്നത് വിശാഖപട്ടണത്ത് മാത്രമായിരുന്നു. അതും നേടിയത് 24 റൺസ്. നാഗ്പൂരിൽ 10ഉം റായ്പൂരിൽ 6ഉം ഗുവാഹട്ടിയിൽ 0 എന്നിങ്ങനെ താരം നിരാശപ്പെടുത്തി. ജന്മനാടായ തിരുവനന്തപുരത്ത് ആദ്യമായി ബാറ്റിംഗിന് ഇറങ്ങിയപ്പോഴും സഞ്ജു 6 റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത്. ഈ മത്സരത്തിൽ 1 ഡൗണായി ഇറങ്ങിയ ഇഷാൻ കിഷൻ സെഞ്ചുറി നേടുകയും ചെയ്തു. ആഭ്യന്തര ക്രിക്കറ്റിലും തകർപ്പൻ ഫോമിൽ കളിച്ച ഇഷാൻ കിഷനെ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറാക്കാൻ BCCIക്ക് ഇതോടെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. സ്വാഭാവികമായും ലോകകപ്പ് പ്ലേയിങ് 11 നിന്ന് പ്രധാന വിക്കറ്റ് കീപ്പറായ സഞ്ജു പുറത്തായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറെക്കുറെ എല്ലാ മത്സരങ്ങളിലും സഞ്ജു പുറത്തിരിക്കുമെന്ന കാര്യങ്ങൾ ഉറപ്പായിരുന്നു. എന്നാൽ US-നെതിരെയുള്ള മത്സരത്തിന് പിന്നാലെ ഓപ്പണർ അഭിഷേകിന് ഭക്ഷ്യവിഷബാധയേറ്റതോടെ കാര്യങ്ങൾ മാറി. അഭിഷേകിന് വിശ്രമം ആവശ്യമായതുകൊണ്ട് മാത്രം സഞ്ജു ടീമിലെത്തി. പക്ഷേ ദുർബലരായ നമീബിയക്കെതിരെ വലിയ സ്കോർ കണ്ടെത്താൻ മലയാളി താരത്തിന് സാധിച്ചില്ലായിരുന്നു. 3 സിക്സറുകളും 1 4ഉം നേടി വമ്പനടികളുമായി തുടങ്ങിയെങ്കിലും 8 പന്തിൽ 22 റൺസുമായി താരം പുറത്തായി. അഭിഷേക് ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ സ്വാഭാവികമായും സഞ്ജു പുറത്താകുന്നുണ്ട്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ അഭിഷേക് തുടർച്ചയായി 3 തവണ 0-ന് പുറത്തായിട്ടും സഞ്ജുവിനെ പരീക്ഷിച്ച് നോക്കാൻ പോലും BCCI തയ്യാറായിരുന്നില്ല.
തോൽവി അറിയാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ 8-ലെത്തിയ ഇന്ത്യക്ക് അപ്രതീക്ഷിത അടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 76 റൺസിന്റെ തോൽവി വഴങ്ങിയ ഇന്ത്യ അടുത്ത മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ പ്ലേയിങ് 11 പൊളിച്ചു. അഭിഷേകിനൊപ്പം സഞ്ജു ഓപ്പണിംഗ് ബാറ്ററായി വന്നു. ഇഷാൻ കിഷൻ വൺ ഡൗണിലേക്ക് ഇറങ്ങി. IPL ചെന്നൈ സൂപ്പർ കിങ്ങിലേക്ക് മാറിയതിനു ശേഷം ഹോം ഗ്രൗണ്ടിൽ സഞ്ജുവിന്റെ ആദ്യ പോരാട്ടമായിരുന്നു ഇത്. ചേപ്പോക്കിൽ 15 പന്തുകൾ നേരിട്ട് സഞ്ജു 24 റൺസ് എടുത്ത് പുറത്തായി. ബൗണ്ടറി കടന്നത് 2 സിക്സും 1 4ഉം. ഈ മത്സരം ഇന്ത്യ 72 റൺസിന് വിജയിച്ചതോടെ ടീമിൽ പിന്നീട് മാറ്റങ്ങളുണ്ടായിട്ടില്ല. സെമി ഫൈനലിലെത്താൻ വിൻഡീസിനെതിരെ വിജയിച്ചേ മതിയാകൂ എന്ന ഘട്ടത്തിലാണ് ലോകകപ്പിലെ ഏറ്റവും മൂല്യമേറിയ ഇന്നിംഗ്സിലൊരെണ്ണം സഞ്ജുവിൽ നിന്നും ഉണ്ടായത്. 50 പന്തിൽ 97 റൺസ് നേടിയ സഞ്ജു 12 ഫോറുകളും 4 സിക്സറുകളും ബൗണ്ടറി കടത്തി പുറത്താകാതെ നിന്നു. സമ്മർദ്ദം കാരണം സഹതാരങ്ങൾ ചെറിയ സ്കോറുകളിൽ പുറത്തായപ്പോഴും സഞ്ജുവിന്റെ തകർപ്പൻ ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് 5 വിക്കറ്റിന്റെ വിജയം നേടിക്കൊടുത്തത്. മോശം പന്തുകൾ തിരഞ്ഞുപിടിച്ചാക്രമിച്ച സഞ്ജു 26 പന്തിൽ അർദ്ധ സെഞ്ചുറി തികക്കുന്നുണ്ട്. 2020 ലോകകപ്പിൽ സഞ്ജുവിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയായിരുന്നു ഇത്. സൂര്യകുമാർ യാദവുമായി ചേർന്ന് 35 പന്തിൽ 58 റൺസിന്റെ കൂട്ടുകെട്ടാണ് സഞ്ജു ഉയർത്തിയത്. സൂര്യക്ക് ശേഷം തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ എന്നിവരെല്ലാം ഗ്രൗണ്ടിലെത്തി മടങ്ങിയെങ്കിലും പുറത്താകാതെ നിന്ന സഞ്ജുവിന്റെ അപരാജിത കുതിപ്പാണ് കളി ജയിപ്പിച്ചത്. ഈഡൻ ഗാർഡൻസിൽ 5 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം. അർഹിച്ച സെഞ്ചുറി 3 റൺസ് അകലെ നഷ്ടപ്പെട്ടെങ്കിലും മുഖം നിറയെ ചിരിയും മനസ്സു നിറയെ സംതൃപ്തിയുമായിരുന്നു മലയാളി താരത്തിന്. സെഞ്ചുറി നഷ്ടമായെങ്കിലും കളിയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം സഞ്ജു സ്വന്തമാക്കി. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ദിവസത്തിന് സഞ്ജുവും അതേപോലെ ലോകമാകെയുള്ള മലയാളികളും എത്രയോ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. ഈഡൻ ഗാർഡൻസിലെ അർദ്ധ സെഞ്ചുറി പ്രകടനം മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനലിലും സഞ്ജു ആവർത്തിക്കുന്നുണ്ട്. ബാറ്റിംഗ് പറുദീസയായ മുംബൈയിലെ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ പേസർ ജോഫ്ര ആർച്ചർ അടക്കം സഞ്ജുവിന് കൈപ്പാങ്ങിന് കിട്ടി. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യക്കായി 42 പന്തുകൾ നേരിട്ട സഞ്ജു 89 റൺസാണ് അടിച്ചുകൂട്ടിയത്. ബൗണ്ടറി കടന്നത് 7 സിക്സറുകളും 8 ഫോറുകളും. തുടർച്ചയായ 2ാം മത്സരത്തിലും കളിയിലെ താരം സഞ്ജു ആയിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ ഓവറിൽ തന്നെ മികച്ച തുടക്കമാണ് സഞ്ജു നൽകിയത്. ജോഫ്ര ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിൽ 1 ഫോറും 1 സിക്സും സഹിതം 11 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. അഭിഷേക് പുറത്തായതിന് പിന്നാലെയെത്തിയ ഇഷാൻ കിഷൻ ഉറച്ച പിന്തുണ നൽകിയതോടെ സഞ്ജുവിന് സമ്മർദ്ദമില്ലാതെ കളിക്കാനായി. 8ാം ഓവറിൽ ലിയാം ഡോസനെ സിക്സറിന് തൂക്കി 2020 ലോകകപ്പിൽ തന്റെ തുടർച്ചയായ 2ാം അർദ്ധ സെഞ്ചുറിയും അയാൾ തികക്കുന്നുണ്ട്. 26 പന്തിലായിരുന്നു ആ നേട്ടം. 10ാം ഓവറിൽ ഇഷാൻ പുറത്താകുമ്പോൾ 2ാം വിക്കറ്റിൽ ഇരുവരും 97 റൺസ് അടിച്ചുകൂട്ടി. 13ാം ഓവറിൽ ആർച്ചറിനെ തുടർച്ചയായി 2 സിക്സർ പറത്തി. അതിവേഗം സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണെന്ന പ്രതീക്ഷ നൽകി. എന്നാൽ വിൽ ജാക്സ് എറിഞ്ഞ തൊട്ടടുത്ത പന്തിൽ കൂറ്റനടിക്ക് ശ്രമിച്ച് സഞ്ജു പുറത്തായി. അർഹിച്ച സെഞ്ചുറിക്ക് വെറും 11 റൺസ് അകലെയാണ് സഞ്ജു വീണത്. എങ്കിലും ആ മുഖത്ത് ചിരി മാത്രമാണ് ബാക്കിയായത്. ഫൈനലിലും ഇങ്ങനെ തന്നെയായിരുന്നു. വീണ്ടൊരിക്കൽ കൂടി പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ 89 റൺസ് എടുത്ത് അയാൾ പുറത്താകുന്നുണ്ട്. അപ്പോഴും 11 റൺസ് അകലെയാണ് അയാൾക്ക് ആ സെഞ്ചുറി നഷ്ടമായത്. സഞ്ജുവിനു വേണ്ടി PR വർക്ക് നടത്തുന്നവർ, കേരനിര ഫാൻസ്, പ്രാദേശികവാദം തലക്ക് പിടിച്ചവർ, അടിമകൾ, ന്യായീകരണ തൊഴിലാളികൾ, ജസ്റ്റിസ് ഗാങ്, മുകളിൽ സൂചിപ്പിച്ച വിശേഷണങ്ങൾ സഞ്ജുവിന്റെ ആരാധകർക്ക് പരിചിതമായിരിക്കും. സഞ്ജുവിനെ പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും പലതവണ ഇതുപോലുള്ള ചാപ്പകൾ കിട്ടിയിട്ടുമുണ്ടാകും. സഞ്ജുവിനെ സ്നേഹിക്കുന്നവർക്കിപ്പോൾ അഭിമാനിക്കാം. സഞ്ജുവിനോടൊപ്പം നമ്മളും വിജയിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പഴയ ചില കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. 2024 T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയിരുന്നു. അന്ന് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിരുന്ന ഋഷഭ് പന്ത് ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും നടത്തിയ പ്രകടനങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? 3 മത്സരങ്ങളിൽ നിന്ന് 19 റൺസായിരുന്നു. 86 എന്ന സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. 6 റണ്ണുകളുടെ ബാറ്റിംഗ് ആവറേജ്. 2024 T20 ലോകകപ്പിലെ അതീവ നിർണായകമായ അവസാന 3 മത്സരങ്ങളിൽ ഋഷഭ് പന്ത് എന്ന ബാറ്ററുടെ സ്കോറിംഗ് ഇങ്ങനെയായിരുന്നു. 2026 സഞ്ജു എന്താണ് ചെയ്തത്? ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഫൈനലിലും ടോപ്പ് സ്കോററായി. പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരവും നേടി. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. സഞ്ജുവിന് മുകളിലൂടെ നൂലിൽ കെട്ടിയിറക്കിയ ഋഷഭ് പന്തുമാരെയും
ശുഭ്മാൻ ഗില്ലുമാരെയും സഞ്ജു ആരാധകർ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ മെറിറ്റിൽ വന്ന ഇഷാൻ കിഷാനെ എന്തെങ്കിലും ഒരു സഞ്ജു ഫാൻസ് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? സഞ്ജു ഹേറ്റേഴ്സ് ബോധപൂർവം കണ്ടിട്ടില്ലെന്ന് നടിക്കുന്ന സത്യങ്ങളാണ് ഇതെല്ലാം. എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇത്രയധികം പിന്തുണ ലഭിച്ചിരുന്നതെന്ന് സഞ്ജു വിരോധികൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. T20 ലോകകപ്പിലെ സഞ്ജുവിന്റെ സ്ട്രോക്ക് പ്ലേ രോഹിത് ശർമ്മയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. വിരാട് കോഹ്ലിക്ക് തുല്യമായ മനോബലവും സഞ്ജു പ്രകടമാക്കി. മഹേന്ദ്ര സിംഗ് ധോണിയെപ്പോലെ കൂളായി ഇന്ത്യൻ ക്യാപ്റ്റനായി മാറാൻ ഭാവിയിൽ സഞ്ജുവിന് കഴിയുമെന്ന് പല വിദഗ്ധരും കരുതുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം? സഞ്ജു എന്ന മനുഷ്യനെ വെറുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? T20 ലോകകപ്പ് ജയിച്ചതിനു ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ ആഘോഷങ്ങൾക്കിടയിലെ വിഷ്വലുകൾ ശ്രദ്ധിച്ചിരുന്നു. ചില താരങ്ങൾ പുരപുറത്ത് കയറി ആനന്ദിച്ചപ്പോൾ സഞ്ജുവിൽ കണ്ടത് എളിമയായിരുന്നു. കുൽദീപ് യാദവിന്റെ കൂടെയാണ് സഞ്ജു ലോകകപ്പ് വിജയം ആഘോഷിച്ചത്. അത് യാദൃശികമാണെന്ന് തോന്നുന്നില്ല. ലോകകപ്പിൽ കുൽദീപിന് കാര്യമായ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. അവഗണനയുടെ വേദന ഏറ്റവും നന്നായി അറിയുന്ന സഞ്ജുവിന് കുൽദീപിനോടൊപ്പം നിൽക്കാനേ സാധിക്കുകയുള്ളൂ. സഞ്ജുവിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ PR വർക്ക് നടക്കുന്നുണ്ടെന്ന് ചിലർ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നുണ്ട്. സഞ്ജുവിന് അതിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല എന്നതാണ് സത്യം. സച്ചിൻ, ധോണി, വിരാട്, രോഹിത് തുടങ്ങിയ താരങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ടിട്ടുള്ളത്. ആരാധക പിന്തുണയുടെ കാര്യത്തിൽ അവരുടെ തൊട്ടരികിൽ സഞ്ജു എത്തിക്കഴിഞ്ഞു. സഞ്ജുവിന് ലഭിക്കുന്നത് സ്നേഹമാണ്. പരിധികളും ഉപാധികളുമില്ലാത്ത ഒരേയൊരു സ്നേഹം. അത് PR വർക്കല്ല. അങ്ങനെയാണ് സ്നേഹം വർക്ക് ചെയ്യുന്നത്.